നമ്മുടെ അഞ്ച് ഇന്ദ്രിയങ്ങളിൽ ഏതെങ്കിലും ഒന്നിനോടെങ്കിലും അനുഭവവേദ്യമാകുന്ന ജൈവമോ അജൈവവുമായ ഏതൊരു വസ്തുവിനോടും നമുക്കൊരു ഇഷ്ടം തോന്നാം. ഇഷ്ടം അടുപ്പമായി മാറാം. എന്നാൽ ആ വസ്തുവിനോട് എത്രമാത്രം അടുത്ത് ഇടപഴകണമെന്ന് നമ്മെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ഉള്ളിലെ ഒരു പൊതുബോധമാണ്. ആ പൊതുബോധത്തിൽ വരുന്ന വ്യതിയാനമാണ് ഇന്ന് സമൂഹത്തിൽ കാണുന്ന മദ്യവും മയക്കുമരുന്നും അതുമായി ബന്ധപ്പെട്ട കലാപങ്ങളിലേക്കും വ്യക്തിയെയും സമൂഹത്തെയും നയിക്കുന്നത്. നമ്മുടെ പൊതുബോധത്തെ നിയന്ത്രിക്കുന്നതിൽ ശാസ്ത്രത്തിന് ഒരുപാട് പങ്കുണ്ട്. അതായത് ശാസ്ത്രത്തിന്റെ വികാസം അതിവേഗമാണ്, എന്നാൽ ഈ പൊതുബോധത്തിന് അത്ര വേഗതയില്ല. അതുകൊണ്ട് ശാസ്ത്രത്തെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ സസൂക്ഷ്മം നിരീക്ഷിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ശാസ്ത്രത്തെ ഉപയോഗിക്കേണ്ടത്. ഉദാഹരണത്തിന്, ഇന്ന് എല്ലാത്തിനും ഒരു പരിധിവരെ കാരണമായി തീരുന്നത് മൊബൈൽ ഫോണാണ്. മൊബൈൽ ഫോണിന്റെ ഉപഭോഗം കൂടി കുടുംബമില്ലെങ്കിലും മൊബൈൽ ഫോൺ മതി എന്നുള്ള തലത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതിനാൽ നമ്മളും നമ്മുടെ മക്കളെയും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിന് ഒരു സമയക്രമം എത്രയും പെട്ടെന്ന് തീരുമാനിക്കേണ്ടതുണ്ട്